ഇനി നമുക്കറിയാം, ഏതൊരു സർക്കാരും അധികാരത്തിൽ വരുമ്പോൾ തങ്ങളുടെ ഒരു ബൃഹത്തായ പദ്ധതി നടപ്പിലാക്കാൻ ശ്രമിക്കും. അത് കഴിഞ്ഞകാല 2-10 വർഷങ്ങളിൽ ഭരിച്ച ഇടതു സർക്കാരിന് ചില അജണ്ടകൾ ഉണ്ടായിരുന്നു. അവർ സംസ്ഥാന വികസനത്തിന് വേണ്ടി ചില അജണ്ടകൾ മുന്നോട്ട് വയ്ക്കുകയും ആ രീതിയിൽ മുന്നോട്ട് പോവുകയും ചെയ്തിരുന്നു. ഒടുവിൽ 10 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം UDF സർക്കാർ മുന്നോട്ട് വന്നപ്പോൾ വളരെ വ്യക്തമായി എന്തായിരിക്കും പുതിയ നയമെന്ന കാര്യം. മറ്റൊന്നുമല്ല, സമുദ്ര എന്നൊരു വലിയ സമുദ്ര മിഷൻ, ആ മിഷൻ പ്രഖ്യാപനം സമുദ്രവും അതിൻ്റെ അനുബന്ധ മേഖലകളും കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള വലിയ വികസന സാധ്യതകൾ, അതിലൂടെ സംസ്ഥാന ഖജനാവിലേക്ക് പണം കൊണ്ടുവരിക എന്ന പ്രഖ്യാപനമാണ്. അപ്പോൾ വിഴിഞ്ഞം നമ്മുടെ ഒരു വലിയ സാധ്യതയാണ്. അതിനപ്പുറം കേരളത്തിൽ ഇനിയും തുറമുഖങ്ങളുടെ സാധ്യതയുണ്ടോ എന്ന ചോദ്യവും അന്വേഷണവും നേരത്തെ തന്നെ നടന്നിട്ടുണ്ട്. ആ അന്വേഷണവും ഇപ്പോഴത്തെ ഈ ചർച്ചകളുമായി ബന്ധമുണ്ടെന്ന ആക്ഷേപം കൂടിയുണ്ട്. അതായത് വിഴിഞ്ഞത്തിനപ്പുറം മലബാർ കേന്ദ്രീകരിച്ച് ഒരു പുതിയ തുറമുഖം എന്ന ലക്ഷ്യം ഇപ്പോഴത്തെ ഈ ചർച്ചകൾക്കുമായി ബന്ധമുണ്ട് എന്ന ആക്ഷേപം കൂടി വരുന്നുണ്ട്. അത് സർക്കാരിൻ്റെ ഒരു വികസന ലക്ഷ്യമാവാം. അതായത് മലബാർ കേന്ദ്രീകരിച്ച് മലപ്പുറം ജില്ലയിലെ പൊന്നാനി ലക്ഷ്യമിട്ടുകൊണ്ട് ഒരു പുതിയ തുറമുഖത്തിനുള്ള നീക്കമാണ് ഇപ്പോൾ നടക്കുന്ന ഈ ചർച്ചകളെല്ലാവർക്കും പിന്നിൽ അതും കൂടിയുണ്ട്. അതായത് അദാനിയെ തന്നെ പുതിയ പദ്ധതിയിലേക്ക് കൊണ്ടുവരാൻ മുഖ്യമന്ത്രി പ്രത്യേക താല്പര്യമെടുക്കുന്നുവെന്ന് കോൺഗ്രസ് തന്നെ ഒരു ചില ചർച്ചകൾ ഉയർത്തുന്നുണ്ട്. അതുകൊണ്ട് കൂടിയാവാം ഇപ്പോൾ ഈ തരത്തിൽ MSCയും വിവാദങ്ങളും ഒക്കെ ഉയർന്നു എന്നതാണ് പറയുന്നത്. ഈ ചർച്ചകൾ എത്ര കണ്ട് വസ്തുതയുണ്ട് ഡാൻ? കാരണം മലബാറിൽ ഒരു പോർട്ട് എന്ന ആവശ്യം അവിടുത്തെ ജനപ്രതിനിധികൾക്ക് മുമ്പ് ആവശ്യം ഉന്നയിച്ചിട്ടുള്ള വിഷയമാവാം. പക്ഷേ എന്താണ് ഇതിൻ്റെ അടിസ്ഥാനം? എന്താണ് ഇപ്പോൾ പുതിയ പോർട്ട് പദ്ധതി ഉണ്ടെങ്കിൽ ആ പദ്ധതിയും ഈ വിവാദവുമായി എന്ത് ബന്ധം? അതായത് വികസനം എന്ന് പറയുന്നത് വിഴിഞ്ഞത്ത് മാത്രം ഒതുങ്ങേണ്ടതല്ല. അതിന് കേരളത്തിൻ്റെ എല്ലാ മേഖലകളിലേക്കും വികസനം എത്തണം. അവിടെ മലബാറിനെ ഒഴിച്ചു നിർത്താനാവില്ല. പ്രത്യേകിച്ച് UDF സർക്കാർ അധികാരത്തിലേറുമ്പോൾ ലീഗിൻ്റെ കൃത്യമായ പ്രാതിനിധ്യം, ലീഗിൻ്റെ പ്രാധാന്യം, മുഖ്യമന്ത്രിയായി VD സതീശൻ എത്താൻ ലീഗ് വഹിച്ചിട്ടുള്ള പങ്ക്, ഇതൊക്കെ ചേർത്ത് വായിക്കണം. വ്യവസായ മന്ത്രി PK കുഞ്ഞാലിക്കുട്ടിയാണ്. അദ്ദേഹവും മുഖ്യമന്ത്രിയുമായി വളരെ അടുത്ത ബന്ധമുണ്ട്. സ്വാഭാവികമായി ഈ കേവലം ആശയങ്ങൾക്കൊക്കെ അപ്പുറത്തേക്ക് വികസനം യാഥാർത്ഥ്യമാക്കി എന്ന് ബോധ്യപ്പെടുത്തണമെങ്കിൽ അതുമായി ബന്ധപ്പെട്ട ഇടപെടലുകൾ നടത്തേണ്ടി വരും. അങ്ങനെ ചിലപ്പോൾ ഈ തുറമുഖ പദ്ധതിയുമായി ബന്ധപ്പെട്ട് എന്തായാലും മിഷൻ സമുദ്ര പ്രഖ്യാപിച്ചു കഴിഞ്ഞു. കഴിഞ്ഞ ബജറ്റിലെ ഈ മെയ്ഡൻ ബജറ്റിലെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രഖ്യാപനങ്ങളിലൊന്ന് മിഷൻ സമുദ്രയാണ്. അത് വിഴിഞ്ഞത്ത് മാത്രം ഒതുങ്ങുന്ന ഒരു മിഷനല്ല. അതിന് തീർച്ചയായും ഒരു തുടർച്ച ഉണ്ടാകും. ആ തുടർച്ച മലബാറിനെ ലക്ഷ്യമിട്ടുകൊണ്ടാണ് എന്നാണ് കോൺഗ്രസിനുള്ളിൽ നിന്ന് തന്നെ ഉയരുന്ന അഭ്യൂഹങ്ങൾ. അങ്ങനെ വരുമ്പോൾ അത് ഈ അദാനി പോർട്സിനെ തന്നെ അതിൻ്റെ ചുമതല ഏൽപ്പിക്കുമോ എന്ന ചോദ്യം നമ്പർ 1. ചോദ്യം നമ്പർ 2, അങ്ങനെ അദാനി പോർട്സിനെ ഏൽപ്പിക്കുന്ന സാഹചര്യമുണ്ടായാൽ അദാനിക്ക് കേരളത്തിൽ കുത്തകവൽക്കരണത്തിനുള്ള അവസരം ഒരുക്കുകയാണോ സർക്കാർ എന്ന വിമർശനം അവിടെ ഉയർന്നു വരും. അവിടെ ഈ 2 വിമർശനങ്ങൾ ഉയരുന്നതിനിടയിലാണ് ഈ വമ്പൻ വിദേശ സ്വകാര്യ നിക്ഷേപവുമായി ബന്ധപ്പെട്ട വാർത്തകളും വിവാദങ്ങളും ഒരേ സമയം ഉണ്ടാകുന്നത്. അതുകൊണ്ട് തന്നെയാണ് അത് മുഖ്യമന്ത്രി എങ്ങനെ അറിയാതെ പോകും എന്ന തുറമുഖ വകുപ്പിൻ്റെ ചുമതലയുള്ള, അവിടെയാണ് ആ ചോദ്യം, തുറമുഖ വകുപ്പിൻ്റെ ചുമതലയുള്ള മുഖ്യമന്ത്രി എങ്ങനെ ഈ വിഷയം അറിയാതെ പോകുമെന്ന ചോദ്യമുണ്ടാകുന്നത്. അങ്ങനെ വരുമ്പോഴാണ് അദ്ദേഹം കഴിഞ്ഞ ദിവസം പുറത്തിറക്കിയ വിശദീകരണ കുറിപ്പിൽ, വാർത്താക്കുറിപ്പിൽ അതൃപ്തി പരസ്യമാക്കിക്കൊണ്ടുള്ള മുഖ്യമന്ത്രി ഓഫീസിൽ നിന്നുള്ള കുറിപ്പിലടക്കം ഇത് സംബന്ധിച്ച വിശദീകരണം തേടിയിട്ടുണ്ട്. അതേസമയം എംപവേർഡ് കമ്മിറ്റിയെ നിയോഗിച്ചിട്ടുമുണ്ട്. അപ്പോൾ സ്വാഭാവികമായി വിശദീകരണം തേടിയെന്ന് പറയുന്നത് രാഷ്ട്രീയമായ വിവാദങ്ങളെ മറികടക്കാനുള്ള പ്രതിരോധമാണ്. എംപവേർഡ് കമ്മിറ്റിയെ നിയോഗിച്ചു എന്ന് പറയുന്നത് അത് നോയാണെങ്കിൽ എംപവേർഡ് കമ്മിറ്റിയെ നിയോഗിക്കേണ്ട കാര്യമില്ലല്ലോ. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട തുടർ നീക്കങ്ങൾ എങ്ങനെ വേണം? ചീഫ് സെക്രട്ടറി, സംസ്ഥാനത്തെ ഏറ്റവും പ്രഥമ ഉദ്യോഗസ്ഥ തലവനായ ചീഫ് സെക്രട്ടറി അടക്കം ഉൾപ്പെട്ടിട്ടുള്ള സമിതിയാണ് ഈ എംപവേർഡ് കമ്മിറ്റി. അപ്പോൾ അതിൻ്റെ സാധ്യതകൾ അവർ പരിശോധിക്കുകയാണ്. എന്തെങ്കിലും കൺസേണുകൾ ഈ പാരിസ്ഥിതികമായോ അല്ലാതെയോ ഉയരുന്നുണ്ടെങ്കിൽ അത് ഈ എംപവേർഡ് കമ്മിറ്റി സർക്കാരിനെ അറിയിക്കും. സർക്കാർ അക്കാര്യം അദാനി പോർട്സിനെ അറിയിക്കും. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഈ വിവാദങ്ങളെ മാറ്റി നിർത്തിയാൽ ഈ പ്രൊജക്ട് മുമ്പോട്ട് പോകാൻ തന്നെയാണ് സാധ്യത. ശരി, എന്തായാലും ഇതിനിടയിലാണ് ലീഗിന് ഇക്കാര്യത്തിൽ ഒരു മൗനമുണ്ടോ? ആ മൗനമുണ്ടെങ്കിൽ അതിൻ്റെ കാരണം പൊന്നാനിയിലെ മലബാറിലെ ആ പുതിയ പോർട്ടാണ് എന്ന ചർച്ച കൂടി വരുന്നത്. നമുക്ക് കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.